ജില്ലയിൽ കടാശ്വാസ കമ്മീഷൻ സിറ്റിംഗ് നടത്തി തീർപ്പ് കൽപ്പിച്ച കേസുകളിൽ സർക്കാർ വിഹിതമായ കോടിക്കണക്കിന് രൂപ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് കൈമാറാത്തതിനാൽ നൂറുകണക്കിന് കർഷകർക്ക് ഭൂമിയുടെ രേഖകൾ തിരികെ ലഭിച്ചില്ലെന്ന് IC ബാലകൃഷ്ണൻ MLA. നിരവധി തവണ വിഷയം നിയമസഭയിലടക്കം അവതരിപ്പിച്ചിട്ടും നടപടിയുണ്ടായിട്ടില്ല. നിലവിൽ ജില്ലയിൽ 3500ഓളം കർഷകർ ജപ്തി ഭീഷണി നേരിടുന്നതായും സർക്കാർ ഇടപെടൽ അനിവാര്യമാണെന്നും അദ്ദേഹം ബത്തേരിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ലോണേഴ്സിന്റെ വിഹിതം ബാങ്കിൽ അടച്ചാലും കടാശ്വാസ കമ്മീഷൻ തീർപ്പ് കൽപ്പിച്ച അവരുടെ തുക ബാങ്കുകളിലേക്ക് അടയ്ക്കാതെ കോടിക്കണക്കിന് രൂപ വയനാട് ജില്ലയ്ക്ക് കൊടുക്കാനുണ്ട്. ആ തുക കടാശ്വാസ കമ്മീഷൻ കൊടുത്താൽ മാത്രമേ അവർ ബാങ്കുകളിൽ വെച്ച അവരുടെ ഭൂമിയുടെ രേഖ തിരിച്ച് ആ ഗുണഭോക്താവിൻ്റെ കൈകളിലേക്ക് എത്തുള്ളൂ. അക്കാര്യത്തിൽ ഗവൺമെൻറ് ഇടപെടണം. ഗവൺമെൻറ് ഇക്കാര്യത്തെക്കുറിച്ച് വളരെ ഗൗരവമായി പരിശോധിക്കണം. വയനാട് ജില്ലയിലെ പ്രതിസന്ധികൾ മനസ്സിലാക്കേണ്ടതും കാര്യപ്രാപ്തിയുമായിട്ട് ഇടപെടേണ്ടതും ഇടപെട്ട പ്രശ്നം പരിഹാരം കാണേണ്ടതും കർഷകരെ സംരക്ഷിക്കേണ്ടതും ഗവൺമെൻറ് ഉത്തരവാദിത്വമാണ്. അത് വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. നിയമസഭയിൽ ഈ വിഷയം പല ഘട്ടങ്ങളിൽ ഞങ്ങൾ ഉന്നയിച്ചതല്ലാതെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ